ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖമുദ്രയായ ആ ഒരു സമീപനം ഈ കലോത്സവത്തെ വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായി ഈ കലോത്സവത്തെ കൊണ്ടുപോകാൻ സാധിച്ചതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഓരോരുത്തരും ഓരോരോ വളണ്ടർമാരായി മാറിക്കൊണ്ട് ആർക്കും ഒരു നിർദ്ദേശവും നമ്മൾ കൊടുക്കേണ്ടി വന്നില്ല. എല്ലാവരും സ്വയം വളണ്ടർമാരായി മാറിക്കൊണ്ടാണ് എല്ലാ സമയവും അവർ എണ്ണയിട്ട് യന്ത്രം പോലെ അവർ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അതൊരു പ്രത്യേക തരം തന്നെയാണ്. കഴിഞ്ഞു എന്നോട് മാഷ വിളിച്ചു ചോദിച്ചു, സാർ അത് ഈ സംഘടന പിരിച്ചുവിടുന്നു വേണ്ടേ? മാഷ് പറഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ രീതിയിൽ അത് ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത്രയേറെ ഭംഗിയായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. സംഘടിപ്പിക്കാൻ നമ്മുടെ മാനേജർ മുതൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വരെ ശ്രമിച്ച ആ ശ്രമത്തിന് എല്ലാവരുടെ പേരിലും ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും നമ്മൾ ചെമ്പിലോട് ഗ്രാമം അറിഞ്ഞ ഒരു ഉത്സവമായി മാറ്റിയെടുക്കുവാൻ നമ്മൾ ഈ വർഷത്തെ ഈ കലോത്സവത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തികഞ്ഞ വിശ്വാസം നമുക്കുണ്ട്. അതിന് ഒരാളെന്നോ രണ്ടാളെന്നോ പ്രിൻസിപ്പളെന്നോ മാനേജറെന്നോ ഒന്നുമല്ല, ഈ നാട്ടിന്റെ എല്ലാ മുക്കിലും മൂലയിലുള്ള പൊതുജനങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഏറ്റവും കൂടുതലായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വാധ്യാപകർ പൊതുവെ എല്ലാവരും തന്നെ കൂടി ചേർന്നപ്പോഴാണ് ഈ കലോത്സവം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. ആതിഥേയ വിദ്യാലയം എന്ന രീതിയിൽ ഒരു കാരണവശാലും ഇപ്പൊ ബഹുമാനപ്പെട്ട HM സൂചിപ്പിച്ച പോലെ ഒരു ഇടപെടലിനും മറ്റു രീതിയിലും ഞങ്ങൾക്ക് ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറയുന്നതും വളരെ വ്യക്തമാണ്. എന്നാൽ ഞാൻ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം, ഇവിടെ ഇങ്ങനെ ഒരു നന്ദി രേഖപ്പെടുത്താൻ ചടങ്ങ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ കാരണം, എന്നെ സംബന്ധിച്ച് ഈ കണ്ണൂർ നോർത്ത് ഉപജില്ല ശേഷം ഞാൻ മറ്റ് 6 സബ് ജില്ലയുടെ മീറ്റിങ്ങുകളിലും പരിപാടികളിലും എൻ്റെ വിദ്യാലയങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇന്നും 2 സ്ഥലത്ത് പൊന്നാനി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സ്ഥലത്ത് കഴിഞ്ഞു പോയതിനു ശേഷം മുക്കം എന്ന് പറയുന്ന ഉപജില്ലയിൽ നിങ്ങളെല്ലാം വലിയ TV വാർത്തകൾ കണ്ടിട്ടുണ്ട്. മുക്കത്ത് പൊരിഞ്ഞ അടിയായിരുന്നു. കലോത്സവം എന്ന് പറഞ്ഞ് 4-ാം ദിവസം സമ്മാനദാനം നടക്കുമ്പോഴേക്കും അടിക്ക് ഏടി പോണ്ടി വന്നിട്ടില്ല. അവിടെ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളുകാർ പക്ഷപാതപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അവരുടേതായ ചില താല്പര്യങ്ങളും സങ്കുചിത ചിന്താഗതികളും വെച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ കഴിവ് ഒട്ടും കാണിക്കാതിരിക്കുന്ന കുട്ടികളെ അവർക്ക് ഫസ്റ്റും A ഗ്രേഡും ഒക്കെ കൊടുക്കുകയും ബാക്കി എത്രയേറെ കഴിവ് തെളിയിച്ച കുട്ടികളെ തടയപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പരസ്യമായ ജഡ്ജ്മെന്റിന് പിൻബലം കൊടുക്കുന്ന ഒരു സമീപനം കണ്ടപ്പോൾ അവിടേക്ക് രക്ഷിതാക്കളും നാട്ടുകാരും ടീച്ചർമാരും കുട്ടികളും എല്ലാം അട്ടിയായി. അതുപോലെ തന്നെ ഒട്ടും കുറവില്ല മണ്ണാർക്കാട്. എന്നാൽ ഈ 2 സ്ഥലം കൂടി ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് എത്ര മനോഹരമായി നമ്മൾ കണ്ണൂർ നോർത്ത് ഉപജില്ല ഇവിടെ നടത്തിപ്പോയി. സത്യത്തിൽ പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ 4 ദിവസവും 11-12 മണിയാവും അല്ല 1 മണിയായാലും ഇവിടെ എപ്പോഴും കഴിയുന്നത് വരെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ സാന്നിധ്യം കൊണ്ട് കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ ആളുകൾ വന്നു ചേർന്ന ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സുഖം പോലെയായിരുന്നു ഇവിടെ വന്നിരുന്ന എല്ലാ സ്കൂളിന്റെ അധികൃതർ, എല്ലാ സ്കൂളിന്റെയും ടീച്ചർമാർ, അവരുടെ കുട്ടികളെ കൂട്ടി എസ്കോർട്ട് വന്ന ടീച്ചർമാർ, അവിടെ കൂടെ വന്ന രക്ഷിതാക്കൾ എല്ലാം ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു സ്വകാര്യ ചടങ്ങ്, വീട്ടിലൊരു ചടങ്ങിന് വന്ന് പോകുന്ന പോലെ സ്നേഹസമ്പന്നത സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു വിദ്യാലയങ്ങൾക്കും ഒരു അന്യായമായി പോയി അല്ലെങ്കിൽ ഇവിടെ ഒരു എന്തുവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലാതെ ഇവിടെ നിന്നും പരിപാടി കഴിഞ്ഞു പോകാൻ സാധിച്ചു. ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ഒരു സ്നേഹ വിരുന്ന് എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ സംഘാടകർ, അതുപോലെ തന്നെ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർ, എല്ലാ രാഷ്ട്രീയ സന്നദ്ധ സേവന രംഗത്തുള്ള പ്രവർത്തകർ, അതുപോലെ തന്നെ 116 സ്കൂളുകളുടെ ആളുകൾ ഇവിടെ പങ്കെടുത്തിരുന്നു പരിപാടികളിൽ. അതിലുള്ള എല്ലാ സ്കൂളിലെയും പ്രധാന അധ്യാപകരെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാരെയും ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു പോകുന്നതോടുകൂടി ഇത്രയേറെ വരുന്ന സ്കൂളുമായിട്ടുള്ള ഏറ്റവും നല്ല സൗഹൃദം നിലനിർത്താൻ പോലും സാധിച്ചത് ഞങ്ങൾ കൃത്യതയോടുകൂടി നടത്തിയ അല്ലെങ്കിൽ ഒരു ഇടപെടലിനും അന്യായത്തിന് ഞങ്ങൾ ഒരു നിമിഷം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെഡ്മാസ്റ്റർ സൂചിപ്പിച്ചു, 1 മാർക്കിന് പേരിൽ ഞങ്ങൾക്ക് ഹൈസ്കൂളിന്റെ ഓവറോൾ പോയി എന്ന് പറയുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സങ്കടവും ഇല്ല. നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്ത് ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അല്ലെ ചില ജഡ്ജിമാർ പറയാറുണ്ട്, ചില കൂട്ടർ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ ചില കൂട്ടർ പറയും എൻ്റെ കുട്ടി നല്ലോണം കളിച്ചല്ലോ, എന്താ എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടായിരുന്നു. അപ്പോൾ ചില ജഡ്ജി അന്നേരം പറയും നിങ്ങളെ കുട്ടി നന്നായി കളിച്ചിരുന്നു, പക്ഷേ
ഫസ്റ്റ് കിട്ടാത്തതിന് കാരണം വേറൊരു കുട്ടി അതിനേക്കാൾ നന്നായി കളിച്ചിരുന്നു. അതാണ് അതിന്റെ വസ്തുത, അതാണ് ശരിയായ ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ കുട്ടി കളിച്ചതിനെ മാത്രം ഞാൻ വിലയിരുത്തിയിട്ട് കാര്യമില്ല. മറ്റൊരു സ്കൂളിൽ വരുന്ന കുട്ടിയും നന്നായി കളിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അർഹതയുള്ളത് ലഭിക്കണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖമുദ്രയായ ആ ഒരു സമീപനം ഈ കലോത്സവത്തെ വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആയതിൽ അക്ഷീണമായി ഇതിന്റെ കൂടെ ശ്രമിച്ച പ്രവർത്തിച്ചവർ, ബഹുമാനായ PTA പ്രസിഡന്റിനെയൊക്കെ ഞാൻ ഈ 4 ദിവസം എവിടെ നോക്കിയാലും അദ്ദേഹം അവിടെ ഉണ്ട് മുമ്പിൽ. ഇപ്പുറം നോക്കി അപ്പുറം പോയാൽ അടി ഉണ്ടാവും. കാരണം അത്രമാത്രം ഇടപെടലുകൾ നടത്തി നമ്മുടെ PTA അത്ര സജീവമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടും നമ്മുടെ പരിപാടി വിജയിപ്പിച്ചു. മാത്രമല്ല സാമ്പത്തികമായും മറ്റുള്ള പല വ്യഞ്ജന സാധനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഈ വിദ്യാലയത്തിൽ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയൊരു അസറ്റ് ആയി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ഈ സ്ഥാപനം ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ 2008 ഒരു കലോത്സവം ഞങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ 2008 കലോത്സവത്തിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഏറെ മനസ്സിലാക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ഈ വിദ്യാലയത്തിൽ കടന്നുപോയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നത തന്നെയാണ്. അത്ര കണ്ടുള്ള സംഖ്യ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ബാച്ചായിട്ടും ചില ക്ലാസ്സുകൾ പ്രതിനിധികളായി വന്നുകൊണ്ട് വലിയ സംഖ്യ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു നന്ദി പറയാൻ ഒരു അവസരം മാത്രമായി നിങ്ങൾ കാണുന്നു. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത്രയും വലിയ ഒരു മഹോത്സവം നമ്മുടെ നാട്ടിൽ നടത്തി നാട്ടിന്റെ വലിയ പേരും പ്രശസ്തിയും അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ ഈ പ്രദേശത്തുള്ള എല്ലാ നല്ലവരായ സുമനസ്സുകളും കൂട്ടായി ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ്. 96-ലാണ് ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. 98-ലും 2008-ലുമാണ് 2 കലോത്സവങ്ങൾ ഈ വിദ്യാലയത്തിനകത്ത് സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്നത്. അപ്പൊ അന്നൊക്കെ ഈ കലോത്സവത്തെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ, ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നത് കുച്ചാലി രാമേന്ദ്രൻ മാഷെ പോലുള്ള, CC ശ്രീധരൻ മാഷെ പോലുള്ള അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ, അവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിന്റെ ഒരു അണിയായി നിൽക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും അവരൊക്കെ ഒരു അസാന്നിധ്യല്ല. രാമേന്ദ്രൻ മാഷ് ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ശ്രീധരൻ മാഷൊക്കെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ കാരണം എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ആശങ്കയും ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം ഒരു തരത്തിലും നമുക്ക് പ്രശ്നമുണ്ടാക്കാതെ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ, അതിനുമപ്പുറത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പരിപാടിയെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഏറ്റവും മനോഹരമായി ഈ കലോത്സവത്തെ കൊണ്ടുപോകാൻ സാധിച്ചതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, നമ്മുടെ ഈ പരിപാടി നമ്മുടെ നാടിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റണം എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ നമ്മൾ നടത്തിയിരുന്നു. ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എല്ലാവരും നെഞ്ചോട് ഏറ്റെടുത്തുകൊണ്ട് ഈ നമ്മുടെ കലോത്സവം വളരെ ഭംഗിയായി വിജയിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി എല്ലാവരും ഒത്തൊരുമോടുകൂടി, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പരിപാടിയിൽ സഹകരിച്ച മുഴുവൻ ആളുകളും ഓരോരുത്തരും ഓരോരോ വളണ്ടിയർമാരായി മാറിക്കൊണ്ട് ആർക്കും ഒരു നിർദ്ദേശവും നമ്മൾ കൊടുക്കേണ്ടി വന്നില്ല. എല്ലാവരും സ്വയം വളണ്ടിയർമാരായി മാറിക്കൊണ്ടാണ് ഇതിന്റെ ഡിസിപ്ലിന്റെ കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും A to Z ഇവിടെ ഇടപെട്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അഭിമാനമായി തോന്നിയത്, അഭിമാനം എന്ന് പറയുന്നല്ല ഒരു അവസ്ഥ, നമ്മളൊക്കെ എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ വെച്ച് വിളമ്പി അത് കൊടുത്ത് അതൊക്കെ പ്ലേറ്റുകളൊക്കെ ആളുകൾ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ പറമ്പത്ത് നമ്മൾ ഭക്ഷണത്തിന്റെ പന്തലിന്റെ പരിസരം ചെന്ന് നോക്കുമ്പോൾ ദിവസങ്ങളായി 4 ദിവസത്തോളം രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുറെ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും പ്ലേറ്റ് കഴുകൽ മുതൽ പാത്രം കഴുകൽ ആ ഒരു രംഗം, അതിന്റെ പരിസരം ഒരു എടുത്തു പറയേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. എല്ലാ സമയവും അവർ എണ്ണയിട്ട് യന്ത്രം പോലെ അവർ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ, അതൊരു പ്രത്യേക തരം തന്നെയാണ്. അപ്പൊ അതുപോലെ ഓരോരോ മേഖലയ്ക്കകത്തും ഓരോരോ ആളുകളും അവരവരുടെ കഴിവ് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ നേട്ടം നമുക്ക് ഉയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ നോർത്ത് സബ് ജില്ല റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ന സ്ഥലത്താണ് കലോത്സവം നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ HM ഫോറം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട AIയും ഈ വർഷം ചെമ്പലോടാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ സാധാരണ ചില വിദ്യാലയങ്ങളെല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ വിദ്യാലയങ്ങളിൽ ആദ്യം പറയുന്നത് ചെറിയ പ്രയാസം നമുക്കുണ്ട്, അവിടെ ഈ വർഷം നമുക്ക് ഒഴിവായിക്കൂടെ, അടുത്ത വർഷം നമ്മൾ നോക്കാം എന്നാണ് ആദ്യം പറയാറ്. പക്ഷേ അത്തരമൊരു യാതൊരു പരാമർശവും ഇല്ലാതെ നമുക്കറിയാം എന്തായാലും നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റൂ എന്നാണ് പ്രകാശ് മാഷ് പറഞ്ഞത്, അതുപോലെ പ്രിൻസിപ്പളും പറഞ്ഞത്. ഏതായാലും നമുക്കത് ഭംഗിയായി നടത്താം
സമയമുണ്ടല്ലോ. ആ രീതിയിൽ അത് ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം യാതൊരു പ്രയാസമില്ലാതെ ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സിനെ, HM ആയാലും പ്രിൻസിപ്പൾ ആയാലും അല്ലെ മാനേജ്മെന്റ് ആയാലും അതോടൊപ്പം ഇവിടുത്തെ അധ്യാപകർ എല്ലാവർക്കും നാടിന്റെ മഹനീയ വിജയമാക്കി തീർത്ത ഈ കലോത്സവത്തിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും 100 നന്ദി. ഒരുപാട് ആശങ്കയോടുകൂടി ഏറ്റെടുത്ത ഒരു കലോത്സവമായിരുന്നു. ഒരു പ്രിൻസിപ്പൽ പോസ്റ്റ് ഏറ്റെടുക്കുമ്പോൾ എനിക്കുള്ളൊരു പേടിയായിരുന്നു, കലോത്സവം എന്റെ കാലത്താണല്ലോ വരുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചത് പോലുമാണ്. പക്ഷെ ഇത്രയേറെ ഭംഗി ആയി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എന്ത് തന്നെ ആയാലും എല്ലാവർക്കും, ഞാൻ പേരെടുത്ത് പറഞ്ഞ ആരെയും ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ട് അന്നും പറയുന്നില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഈ സ്നേഹവിരുന്നൊരുക്കിയ മാനേജർക്കും ഒരുപാട് നന്ദി. നമ്മോടൊപ്പം നിന്ന PTA, ഞാൻ പറഞ്ഞില്ലേ പേരെടുത്ത് പറയുന്നില്ല, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തും. നമുക്കറിയാം ആ സമയങ്ങളിൽ ഇന്ത്യ മുഴുവൻ റെഡ് അലേർട്ട്, യെല്ലോ, ഓറഞ്ച് അങ്ങനെ അലേർട്ട് വന്നിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ വരെ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ സമയത്ത് നമ്മുടെ ഇവിടെ 4 ദിവസത്തെ ഉത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാനേജർ ആഗ്രഹിച്ചപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഭയപ്പെട്ടിരുന്ന നമ്മുടെ മനസ്സിലൊക്കെ മഴ വരുമോ, കാലാവസ്ഥ നമ്മുടെ ബുദ്ധിമുട്ടിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞു, ഇന്നും കൂടി മഴയില്ലെങ്കിൽ ഭാഗ്യമൊന്ന് പന്തല് കിട്ടുന്ന അവസരത്തിൽ. നിങ്ങൾക്കറിയാം ഒരു ദിവസം മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇരിക്കട്ടെ, അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഇത് സംഘടിപ്പിക്കാൻ നമ്മുടെ മാനേജർ മുതൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വരെ ശ്രമിച്ച ആ ശ്രമത്തിന് എല്ലാവരുടെ പേരിലും ഒരു ബിഗ് സല്യൂട്ട് മാത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ശിശുദിനത്തിന് രാവിലെ അംഗൻവാടിയിൽ പോയ സമയത്ത് എൻ്റെ മനസ്സിലാകെ വിഷമമായിരുന്നു. ഞാനും സുരേഷനും കൂടി സംസാരിച്ചു. കാരണം ഈ അംഗൻവാടി തുടങ്ങിയ അന്ന് മുതൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരു കൺവീനറാണ് ഞാൻ. എൻ്റെ കാലത്തെങ്കിലും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായി കിട്ടണം എന്നൊരു മനസ്സുകൊണ്ട് ഇന്നത് ഫുൾഫിൽ ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. അതിനും അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. പറയാനുള്ളൊരു കാര്യം, 1988 മുതൽ 2008 വരെ കണ്ണൂർ നോർത്തിൻ്റെ എല്ലാ കലോത്സവത്തിലും ഞാനുണ്ടായിരുന്നു. ഹസൻ മാഷ് അറിയാം, മുഴുവൻ സമയത്തുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടന സമിതി മുതൽ ഉള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ പരിപാടി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മീറ്റിംഗ് ഒരു സംഘാടന സമിതി നടത്താറില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തീർന്നു, അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം സാമ്പത്തികമാണ്. പലപ്പോഴും ഒരുപാട് പൈസ ബാക്കി ഉണ്ടാവും. ഈ മീറ്റിംഗ് വിളിച്ചാൽ ഇത് പുറത്തുള്ളവർ പറയേണ്ടി വരുള്ളൂ ഇത് പേടിയുണ്ടാവും. അതുകൊണ്ട് പുറത്തുള്ളവർ വിളിക്കില്ല, അവിടുത്തെ ആളുകൾ കൂടിയിട്ട് കണക്കൊപ്പിക്കുകയാണ് പതിവ്. ഞാൻ AOA സമയത്ത് കണ്ണൂർ ടൗൺ സ്കൂളിലായിരുന്നു കലോത്സവം. അവിടെയും പരിപാടി കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ അവിടുത്തെ മാഷ വിളിച്ചു ചോദിച്ചു, സാർ അത് ഈ അക്കാദമി പിരിച്ചുവിടൊന്നും വേണ്ടേ? അപ്പോൾ മാഷ് പറഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ AOA സമയത്ത് എന്നോട് പോലും പറയാതെ സംഘാടന സമിതി പിരിച്ചുവിട്ടതാണ് അവിടുത്തെ സംഭവം. ആ ഒരു സന്ദർഭത്തിൽ ഇതുപോലെ നമ്മളെ വീണ്ടും പിടിച്ചു വരുത്താനും നമ്മളോട് അനുമോദങ്ങൾ അറിയിക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. മാനേജ്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നമ്മുടെ സ്കൂളിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു.